വിശന്ന് വലഞ്ഞ് ഓട്സ് കുടിച്ചോണ്ട് വന്നപ്പോഴായിരുന്നു റാമനായിട്ടില്ല ചേട്ടന്റെ വരവ്. ഒരു കാലത്ത് ഞാൻ നിൽക്കുന്നത്, നടക്കുന്നത്, തിന്നുന്നത്, കുടിക്കുന്നത് ഇതെല്ലാം കൊറിയൻ ഡ്രാമ കണ്ടോണ്ടായിരിക്കും. കാണുന്നതിന്റെ പ്രധാന ഉദ്ദേശം കൊറിയയിലെ നല്ല നല്ല ചെറുക്കന്മാരെ വായി നോക്കുക. അത് മാത്രമല്ല അതുകൊണ്ട് അതിന്റെ കൂടെ അവർ നല്ല നല്ല ഭക്ഷണങ്ങളെ നോക്കി വെള്ളം ഇറക്കുക എന്നതുകൂടിയായിരുന്നു. അങ്ങനെ അന്നോടുള്ള ആഗ്രഹമായിരുന്നു ഇവരുടെ ഈ നൂഡിൽസ് കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനോട് പറഞ്ഞ കാര്യമാണ് കൊറിയൻ റാമണും കൊറിയൻ ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചേരണേന്ന്. അങ്ങനെ ആദ്യം പറഞ്ഞത് ഒത്തു വന്ന സ്ഥിതിക്ക് എന്റെ മുന്നേ എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ ഇരുന്ന് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. കൊറിയയിലേക്ക് നായികമാര് റെസ്റ്റോറന്റിലൊക്കെ പോയി സ്റ്റൈലിൽ ഇരുന്ന് റാമൻ കഴിക്കുന്നത്. ഞാൻ പിടിച്ചിരിക്കുന്നതിൽ ചിക്കനും മുട്ടയും വെജീസും പിന്നെ എന്തൊക്കെയൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ താഴെ ഇരിക്കുന്ന ബൗളിനുള്ളിൽ എന്തൊരു സൂപ്പ് പോലുള്ള സാധനം. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളെല്ലാം പെറുക്കി ആ ബൗളിലിരിക്കുന്ന സൂപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ അതിൽ നമ്മുടെ ചോപ്സ്റ്റിക്കും ഫോർക്കും തവി പോലത്തേക്ക് ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു സൂപ്പ് കോരി കുടിക്കാനായിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എങ്ങനെ കഴിക്കേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. ചോപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇടങ്ങും വലങ്ങും ഒക്കെ കുത്തി നോക്കി, ഒരു കാര്യമില്ല. അവസാനം വലിയ സ്റ്റൈലൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഫോർക്ക് തന്നെ എടുത്തു. എന്തായാലും ഇതോടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കൊറിയൻ ഫുഡ്സ് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ